ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ എന്താവണോ മനസ്സിലാക്കി അതല്ല സിനിമ. അതാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മോളിവുഡിലെ ഒരു ഗെയിം ചേഞ്ചർ സിനിമയായിരുന്നു റോഷാക്ക്. അതിനുശേഷം നിസാം ബഷീർ എടുക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതാണ്. അതും പൃഥ്വിരാജിനേറ്റ് വരെ പറയുമ്പോൾ തന്നെ നമുക്ക് പറയണ്ട അതിന്റെ ഹൈപ്പ്. ഇപ്പോൾ ഖലീഫക്ക് മുമ്പ് വരുന്ന പടം പറയുമ്പോൾ തന്നെ അതിന്റെ ഹൈപ്പ് ചില്ലറല്ല. ഇത് ഖലീഫയും ഇതും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ഹൈപ്പ് കുറഞ്ഞിരിക്കുകയായിരുന്നു. അതെ അതെ അതെ. പക്ഷെ ഇതിന്റെ ട്രെയിലറും പിന്നെ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസും വന്നതിന് ശേഷം ഈ സിനിമ ഒരു ചെറിയ സിനിമ അല്ലാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നോർമൽ ഫിലിം അല്ല ഇത്. സത്യം പറഞ്ഞ ട്രെയിലർ കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അല്ല അതിപ്പോ റോഷാക്കാണെന്ന് നമുക്ക് ഐഡിയ കിട്ടിയില്ല. അതിപ്പോ മനീഷ് നാരായണായിട്ടുള്ള ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞു, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ എന്താവണോ മനസ്സിലാക്കി അതല്ല സിനിമ. അതാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തോ വേറെ കാണാൻ പോകുന്നത്. പിന്നെ ട്രെയിലർ അത്യാവശ്യത്തിന് അടിപൊളി ട്രെയിലർ ആയിരുന്നു. ആ ട്രെയിലർ വന്നപ്പോഴാണ് ഇതൊരു ആക്ഷനുള്ള പടമാണെന്ന് കൂടുതൽ കാണിച്ചു. ട്രെയിലറിൽ അത് കമ്മിയാണ്. അതൊരു ഡയലോഗിൽ ഒതുക്കും ചെയ്യും. എനിക്ക് തോന്നുന്നു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻ സീൻസ് ആണ് കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു ഭംഗി വളരെ ഭയങ്കരമായിട്ട് സ്റ്റോറി ആവാനുള്ള ചാൻസ് കൂടി കാണുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു പാസ്റ്റ് ഉണ്ട് എന്നുള്ള മാതിരി പറയുന്നുണ്ട്. അപ്പോ കൂടെ അടികൂടി അപ്പോ നമുക്കത് കാണാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആദ്യമായിട്ടല്ല വാർത്തകൾ നിറയുന്നത് എന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് എന്തോ ഉണ്ട്, അതെന്താണ് നമുക്കറിയില്ല. ഇനി പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം സിനിമ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കഴിഞ്ഞ വട്ടം വിരായത്ത് ബുദ്ധ വലിയൊരു പരാജയമായിരുന്നു. ഈ വർഷത്തെ പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ എന്തായാലും പുള്ളി തന്നെ പ്രൊഡക്ഷനിലും കൂടി വന്ന സിനിമയാണ്. അപ്പൊ സിനിമയുടെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് കുമാരൻ, ഈ രാജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതേപോലെ തന്നെ പാർവതി, പൃഥ്വിരാജ് പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ വെച്ചാൽ കൂടെയൊക്കെ ശേഷം അവര് പേര് ഭയങ്കര ഇതാണല്ലോ. അപ്പൊ പിന്നെ കോസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് ഹക്കീം ഷാ, നിഷാന്ത് സാഗർ, സുധി കോപ്പ, ഖാലിദ് റഹ്മാൻ. ഖാലിദ് റഹ്മാനാണോ എന്നുള്ള പുള്ളി പിന്നെ ഡ്രൈവർ വന്നിട്ടുണ്ട്. പിന്നെ മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, വിജയരാഘവൻ, അശോകൻ, അങ്ങനെ സീനിയേഴ്സ് ആയിട്ടും കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടുന്ന കുറച്ച് കാസ്റ്റ് എളുപ്പത്തിൽ കാണാനില്ല. എന്തായാലും ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള ഒരു ടീസർ വന്നിട്ടുണ്ട്. നിസാം ബഷീർ 2 സിനിമകളാണ് പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒന്ന് കെട്ടിയോളാണ് മാലാഖ, 2 റോഷാക്ക്. ഈ 2 സിനിമകളും ക്രിട്ടിക്കലി ഭയങ്കരമായിട്ട് അക്ലൈം വന്നിട്ടുള്ള സിനിമകളാണ്. 2 സിനിമകളും ഭയങ്കര വ്യത്യസ്തമാണ്. എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഇപ്പൊ മമ്മൂക്കാന്റെ കരിയറിൽ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഐ നോബഡിക്ക് വരുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ ഈ പ്രൊജക്ട് എത്തിയതാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കാരണം കമേഴ്ഷ്യലായിട്ട് എടുക്കുമെങ്കിലും എക്സ്പെരിമെന്റ് എന്നുള്ള തരത്തിൽ സിനിമ ചെയ്യുന്ന ഒരു ആള് സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സിൽ വന്നിട്ടാണ് ഇപ്പൊ ഈ സിനിമ ചെയ്യണത്. റൈറ്റർ സമീർ അബ്ദുൾ. ഇപ്പൊ റോഷാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നിസാം ബഷീറിന്റെ മെയിൻ റൈറ്റ് ഹാൻഡ് തന്നെ പറയാവുന്നത് അതിന്റെ സ്ക്രിപ്റ്റാണ്. അപ്പൊ സമീർ അബ്ദുളിന്റെ മുന്നത്തെ സ്ക്രിപ്റ്റുകൾ നോക്കിയാൽ അറിയാം, അദ്ദേഹം ഒരു നോർമൽ കഥ പറയുന്നതിന് പകരം ഫാന്റസി കലർന്ന കഥ പറയുന്നതിലും മിടുക്കനാണ്. അപ്പൊ അദ്ദേഹം രോഹിത് BSന്റെ ഒപ്പമായിരുന്നു വർക്കുകൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും അതേപോലെ തന്നെ ഇബ്ലീസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ, ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം അതൊരു നോർമൽ കഥ അല്ല അതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ റോഷാക്കിലേക്ക് വരുമ്പോഴും അതൊരു നോർമൽ സംഗതി അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഹൊററും കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റും കുറച്ച് സൈക്കോളജിക്കൽ പരമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ നോബഡിക്ക് വരുമ്പോൾ ഒരു കമേഴ്ഷ്യൽ രീതിയിൽ ഭയങ്കര അസാധാരണമായിട്ടുള്ള സിറ്റുവേഷനെ പറ്റി പറയുമ്പോൾ സമീർ അബ്ദുളിന്റെ റൈറ്ററിന്റെ ഫോം നമുക്കിതിൽ കാണാം. ആക്ഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ് ഐ നോബഡി. ഏകദേശം 60 ദിവസത്തോളം ആക്ഷന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 3 ആക്ഷൻ ഡയറക്ടേഴ്സാണ് സിനിമയിലുള്ളത്. അമിത് ജോളി ബാസ്റ്റിൻ, അതായത് ആക്ഷൻ ഡയറക്ടർ ജോളി ബാസ്റ്റിന്റെ മകനാണ് അദ്ദേഹം. പിന്നെ യാനിക് ബെന്ന്, അതുപോലെ തന്നെ കലൈ കിങ്സൺ. യാനിക് ബെന്ന് നോക്കുകയാണെങ്കിൽ ജവാൻ, ദുരന്തർ, ലോക പോലത്തെ വലിയ സിനിമകളുടെ ആക്ട് ചെയ്തിട്ടുണ്ട്. കലൈ കിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കോ, ചത്താപ്പച്ച, അതുപോലെ DSR പോലത്തെ പടങ്ങളുടെ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അടി ഭീകര എന്നുള്ളത്. അപ്പൊ എന്തായാലും സിനിമയുടെ കഥയോട് ചേർന്നുള്ള ആക്ഷൻ ആവട്ടെ, എന്തായാലും ആക്ഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരിക്കട്ടെ. സിനിമയുടെ ക്യാമറ വരുന്നത് ദിനേശ് പുരുഷോത്തമനാണ്. ബഫൂൺ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഡെബ്യൂട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ നോട്ട് ഔട്ട് ഫസ്റ്റ് വർക്ക് ലവ് ടുഡേ ആണ്. പിന്നെ അതിന് പുറമെ ലബ്ബർ ബന്ദ് പോലുള്ള സിനിമയും മഹാരാജ പോലൊരു സിനിമയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു സംഗതിയാണിത്. ഈ സിനിമയുടെ ടീസർ കട്ടും ട്രെയിലർ കട്ടും ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, ആക്ഷൻ സീൻസിലൊക്കെ ഭയങ്കര അടിപൊളി ക്യാമറ വർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോട്ടബിൾ വർക്കായിട്ട് നോബഡി വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ബിജോയാണ് സിനിമയിൽ മ്യൂസിക് വരുന്നത്. പുള്ളി ടീസറും ട്രെയിലറും പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ആണെങ്കിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സിനിമ അതുപോലെ തന്നെ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഓണത്തിന് വരുന്ന സിനിമകളിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയൊക്കെ ജെക്സ് ബിജോയ് ആണ്. ജെക്സ് ബിജോയ് വീസസ് ജെക്സ് ബിജോയ്. റമീസ് എം ബി ആണ് സിനിമയുടെ എഡിറ്റർ. പുള്ളി നമ്മുടെ ലാലേട്ടന്റെ നേര്, അതുപോലെ തന്നെ ഖാലിദ് റഹ്മാന്റെ ലവ് എന്നീ സിനിമകളുടെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും പുള്ളി ഒരു പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു വർക്ക്. അപ്പൊ എന്തായാലും പുള്ളിയുടെ വർക്ക് ഗംഭീരമായിരിക്കട്ടെ, സിനിമയുടെ എഡിറ്റിംഗ് ഒക്കെ നന്നായിരിക്കട്ടെ. കുറച്ചധികം സമയം ഒരു പടം വരാതിരിക്കുകയും എന്നാൽ അടുത്തടുത്ത മാസങ്ങളിൽ 2 സിനിമയും വരിക എന്ന് പറഞ്ഞിട്ട് പോലെ ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഖലീഫ നമ്മൾ ഓഗസ്റ്റിൽ ഓണം റിലീസായിട്ടും അതിന്റെ തൊട്ട് മുമ്പത്തെ മാസം ഇപ്പോൾ ജൂലൈ 9 ഈ സിനിമ വരിക എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് 2 സിനിമകൾ വരികയാണ്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മോസ്റ്റ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്, അതിൽ ഒരു സംശയമില്ല. അതൊരു ഫെസ്റ്റിവൽ റിലീസ് മോഡുള്ള സിനിമയാണ് ഖലീഫ. അപ്പൊ ആൾക്കാരുടെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിട്ടിക്കലി അക്ലെയിം ചെയ്യാൻ പോകുന്ന മാത്രം സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നോട് ഇതും ഒരു കമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉള്ള മൂന്ന് ആക്ഷൻ ഡയറക്ടേഴ്സ് ഉള്ളത് നമ്മൾ പറഞ്ഞ പോലെ. അതേമാതിരി തന്നെ 60 ദിവസം ആക്ഷൻ ബോക്സ് മാത്രമായിട്ട് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പക്കാ തിയേറ്ററിന് വേണ്ടി, തിയേറ്ററിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത അദ്ദേഹം ആ സബ്ജക്റ്റിൽ അത്ര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാവുമല്ലോ അത് പ്രൊഡ്യൂസിംഗ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിസൾട്ട് എന്താണെങ്കിലും ഇനിയും ഈ റൈറ്ററിന്റെയും ഡയറക്ടറൊപ്പം വർക്ക് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പൊ പുള്ളിക്ക് അറിയാം ഈ പ്രൊജക്ട് ചെയ്ത് തരത്തിലുള്ളതാണുള്ളത്. അത് ഇപ്പൊ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൽ ആദ്യം വരുന്ന ഷോട്ടിന് നീ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞെട്ടിക്കട്ടെ.